വളരെയധികം സന്തോഷവും അഭിമാനവും അതിനേക്കാൾ ഉപരി ഗ്രാറ്റിറ്റ്യൂഡും കൂടെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ബിക്കോസ് ഇന്ന് LDC തിരുവനന്തപുരം പരീക്ഷ കഴിഞ്ഞപ്പോൾ നമ്മുടെ വിദ്യാർത്ഥികൾ വന്ന് പറഞ്ഞ കാര്യമാണ് അല്ലെ, ഏറ്റവും നന്നായിട്ട് അവർക്ക് പരീക്ഷ എഴുതാൻ സാധിച്ചു. ബിക്കോസ് റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ, മഴയുടെ അലർട്ടിന്റെ യെല്ലോ അലർട്ടിന്റെ ചോദ്യങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ ഇന്ത്യൻ സമുദ്രത്തിലെ കറണ്ടിന്റെ ചോദ്യങ്ങളായിക്കോട്ടെ, അതല്ല ക്വാണ്ടം ഡോട്ടുകളുടെ ചോദ്യങ്ങൾ, ഇതൊക്കെ നമ്മൾ ക്ലാസ് ഡിസ്കസ് ചെയ്ത് തന്നെയായിരുന്നു. അതുപോലെ തന്നെ മറ്റേ 5 ഇയർ പ്ലാനിന്റെ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചോദ്യം വന്നിരുന്നു, അതൊക്കെ നമ്മൾ ക്ലാസ് ഡിസ്കസ് ചെയ്തിരുന്നു. റാങ്ക് മേക്കിംഗ് ചോദ്യം ഏറ്റവും അധികം നമ്മുടെ ക്ലാസ്സിൽ നിന്ന് വന്നത് വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതൊക്കെ ഞാനിപ്പോൾ പ്രൂവ് ചെയ്ത് കാണിച്ചു തരാം. ക്ലാസ് നോട്ട്സും കൊണ്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അതിനോടൊപ്പം മറ്റൊരു സന്തോഷ വാർത്ത എന്താണ്, അറിയാവുന്നത് മാത്രം എഴുതി വെച്ച് എക്സാം എഴുതുന്ന സ്റ്റുഡൻസിന്റെ, ഞാൻ പണ്ട് പറയുന്നൊരു കാര്യമാണ്, അറിയാത്ത ചോദ്യം വന്നാലും നമുക്ക് എലിമിനേഷൻ ടെക്നിക്സ് ഉപയോഗിച്ച് ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കണമെന്ന്. ഈ പരീക്ഷയിൽ എലിമിനേഷൻ ടെക്നിക്സ് ആറാടുകയായിരുന്നു അല്ലെ. അറിയാത്ത ചോദ്യങ്ങൾക്ക് പോലും ഞങ്ങളുടെ വിദ്യാർത്ഥികൾ ഉത്തരം കണ്ടെത്തിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് കൃത്യമായി പറഞ്ഞുതരാം. ഈ വീഡിയോ നമ്മൾ പരീക്ഷയുടെ അനാലിസിസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അനാലിസിസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓപ്ഷൻസിന്റെ സ്ട്രക്ചറിൽ മാറ്റം വന്നിട്ടുണ്ട് അല്ലെ. ഇപ്പോൾ 20, 21, 22 ചോദ്യങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഓപ്ഷൻസിന്റെ സ്ട്രക്ചർ 1 മുതൽ 4 വരെ എന്നൊക്കെയുള്ള വ്യത്യസ്തമായ ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. 12ഉം 14ഉം ചോദ്യങ്ങൾ ഒന്ന് തന്നെയായിരുന്നു, ഓപ്ഷൻസ് മാത്രമായിരുന്നു വ്യത്യാസം. അങ്ങനെ പുതിയ പല പരീക്ഷണങ്ങളും ഇവിടെ നടന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമ്മളെ ബാധിക്കില്ല. നമ്മൾ പറഞ്ഞിട്ടുള്ള എലിമിനേഷൻ ടെക്നിക്സ്, ആഴത്തിലുള്ള പഠനം എല്ലാം ഈ പരീക്ഷയിൽ വർക്ക്ഔട്ട് ആയി. അതൊക്കെ ഞാൻ ഇപ്പോൾ പ്രൂവ് ചെയ്ത് കാണിക്കാം. എന്റെ കൂടെ നിൽക്കുക. ഇനിയുള്ള പരീക്ഷയിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന പല ഫാക്ടുകളും ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ക്ലാസ് നോട്ട്സ് നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം ഫാമിലിയിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് പഠിക്കാവുന്നതാണ്. ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ കൊടുത്തേക്കാം. ചാനൽ മെമ്പേഴ്സ് ആവുക, ടെലിഗ്രാം ഫാമിലിയുടെ അംഗങ്ങളാവുക. ഇന്ന് എക്സാം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ വിദ്യാർത്ഥികളുടെ എക്സൈറ്റ്മെന്റ് എത്രത്തോളമാണെന്ന് നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയും യൂട്യൂബ് കമ്മ്യൂണിറ്റിയും നോക്കിയാൽ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അത്രത്തോളം ഇമ്പാക്ട്ഫുൾ ആയിരുന്നു ഞങ്ങളുടെ ക്ലാസ്സുകൾ. ഈ പറയുന്നത് കോടികൾ മുടക്കിയുള്ള പരസ്യങ്ങൾ നൽകാനുള്ള ഒരു കപ്പാസിറ്റി ഞങ്ങൾക്കില്ല. പക്ഷേ നല്ല ക്ലാസ്സുകൾ കൊടുക്കാനുള്ള കപ്പാസിറ്റിയും ആത്മവിശ്വാസവും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ പരീക്ഷയിൽ ഞങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും എഫക്റ്റീവായി എന്താ പറയാ പെർഫോം ചെയ്യാൻ സാധിച്ചത്. മറ്റൊരു സന്തോഷ വാർത്ത, നമ്മുടെ ചാനലിൽ കൂടെ പറയുന്ന എലിമിനേഷൻ ടെക്നിക്സിന്റെ ഒക്കെ കാര്യങ്ങൾ ഇപ്പൊ മറ്റു പല പ്രമുഖ ചാനലുകളും ഏറ്റെടുത്തിട്ടുണ്ട്. അവരും ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. കോപ്പി അടിക്കുന്നതുകൊണ്ട് വിഷമമില്ല, പക്ഷെ നിങ്ങളുടെ സൈഡിൽ നിന്നും അതിനകത്തൊരു കോൺട്രിബ്യൂഷൻ, ഒരു സംഭാവന കൊടുക്കാൻ ശ്രമിക്കുക എന്നൊരു അപേക്ഷ മാത്രമാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. അതിലൂടെ കട്ടക്ക് നിൽക്കുക. ഇപ്പൊ ഒന്നാമത്തെ ചോദ്യം, ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു അല്ലെ. ഇത് വലിയ റാങ്ക് മേക്കിംഗ് ചോദ്യം നമുക്ക് പറയാൻ പറ്റില്ല. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ കാലഗണനാ ക്രമം ഏത് അല്ലെ. അപ്പൊ ഇതിന്റെ ഉത്തരം ബി ആണ്. ചാന്നാർ ലഹളയും വൈക്കം സത്യാഗ്രഹവും ക്ഷേത്രപ്രവേശന വിളംബരവും മലബാർ കലാപവും ഒക്കെ എല്ലാവരും പഠിക്കുന്നതാണ്. ബേസിക് ക്വസ്റ്റൻ ആണ്. അപ്പൊ ഇതിനകത്ത് കൂടുതൽ ഡിസ്കഷന്റെ ആവശ്യമില്ല. നമുക്ക് റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ താഴേക്ക് വരുന്നുണ്ട്. മറ്റൊരു ചോദ്യം നോക്കുക. തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. അപ്പൊ ഇതിനകത്ത് പലർക്കും സംശയം തേർഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ ഇല്ലയോ എന്നുള്ളതാണ്. അപ്പം അറിയാവുന്നത് മാത്രമേ എഴുതിയിരിക്കുന്നതാണ് നിങ്ങളുടെ വാശിയെങ്കിൽ നിങ്ങൾ പെട്ടുപോകും. പക്ഷേ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാന്ന് നമുക്കറിയാം. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നുള്ള ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ മുദ്രാവാക്യമാണ്. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന ഒരു കാര്യമാണ്, എലിമിനേഷൻ ടെക്നിക്സിന്റെ ബേസിസ് എന്താ, ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ എന്ന് കൃത്യമായ ധാരണ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്കല്ല ഓപ്ഷൻസിലേക്കാണ് പോകുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണെങ്കിൽ ഇവിടെ ഓപ്ഷൻ ബിയും ഡിയും നമുക്ക് പോകും. അപ്പൊ എയോ സിയോ മാത്രമാണ് കറക്റ്റ് ആവുക. ഇങ്ങനെ വട്ടമിട്ടാണ് ഞാൻ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് ഓട്ടോമാറ്റിക് ആയി ശരിയായിക്കോളും. അതിനെപ്പറ്റി നിങ്ങൾ ആലോചിച്ച് ബേജാറാവണ്ട. ഇനി അടുത്ത ചോദ്യം, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആണോ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് ആണോ ശരി എന്നുള്ളതാണ്. അത് ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് ആണ് ശരി. സി ആണ് അതിന്റെ കറക്റ്റ് ഉത്തരം. ഇതാണ് എലിമിനേഷൻ ടെക്നിക്സിന്റെ മാജിക് എന്ന് പറയുന്നത്, ഇന്റലിജന്റ് എലിമിനേഷൻ ടെക്നിക്. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇതും എലിമിനേഷൻ ടെക്നിക്സ് വെച്ച് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം നാറ്റോ എന്ന് പറയുന്നത് ക്യാപിറ്റലിസ്റ്റ് ശക്തികൾ ചേർന്ന് സൃഷ്ടിച്ച ഒരു അസോസിയേഷൻ അല്ലേ. അതിൽ ചൈന മെമ്പർ ആവൂ, അല്ലെങ്കിൽ ചൈനയുടെ മെമ്പർഷിപ്പ് ആണ് അത് ഏറ്റവും പ്രശ്നമായിട്ട് വരിക? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമായ ചൈന ഒരു ക്യാപിറ്റലിസ്റ്റ് സഖ്യത്തിൽ ചേരുമോ? ചൈനയോ റഷ്യയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നോർത്ത് കൊറിയയോ മറ്റോ അവിടെ ചേരുമോ? അതുകൊണ്ട് തന്നെ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് തെറ്റാന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ചോദ്യവും ബന്ധമില്ലാത്ത സ്റ്റേറ്റ്മെന്റ് ഏതെന്നുള്ളതാണ്. ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് ബന്ധമില്ലാത്തതാണല്ലോ. അപ്പോൾ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് ഉള്ള രണ്ട് ഓപ്ഷനകത്ത് ഏതെങ്കിലും ഒന്ന് മാത്രമായിരിക്കും വരിക. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നാറ്റോയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടാ? കമന്റ് സെക്ഷനിൽ പറഞ്ഞേ. അപ്പൊ ഇതിന് ഉത്തരം ഡി ആണ്. ഇതിന് ഉത്തരം ഡി ആണ്. അപ്പൊ ഒരു സ്റ്റേറ്റ്മെന്റിൽ സ്റ്റക്കായി നിൽക്കരുത്, മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞത് ഇതുകൊണ്ടാണ്. പക്ഷെ ഇതും റിലേറ്റീവ്ലി എളുപ്പമുള്ള ചോദ്യമാണ്. നമുക്ക് കൂടുതൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചോദ്യങ്ങളിലേക്ക് പോയാലോ.
ഇത് മറ്റൊരു ചോദ്യമാണ്, വേൾഡ് ഹിസ്റ്ററി എന്നുള്ള ചോദ്യമാണ്. SCERT-യിൽ ഞങ്ങൾ കൃത്യമായി പഠിപ്പിച്ചാണ്. SCERT നോട്ട്സ് ഞങ്ങൾ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഉത്തരം A ആണ് അല്ലെ? A ആണ്. കാര്യം തെറ്റായ ജോഡിയാണ് ചോദിച്ചിട്ടുള്ളത്. സ്പിരിറ്റ് ഓഫ് ലോ എന്ന് പറയുന്നത് അത് മോണ്ടെസ്ക്യൂവിന്റെ പുസ്തകമാണ്. കാര്യം അദ്ദേഹം ഒരു ജഡ്ജി ആയിരുന്നു. അതുകൊണ്ട് തന്നെ നിയമത്തെ പറ്റി അതിന്റെ മൊറാലിറ്റിയെ പറ്റി എഴുതപ്പെട്ട ഒരു പുസ്തകമാണ് സ്പിരിറ്റ് ഓഫ് ലോസ് എന്ന് പറയുന്നത് അല്ലെ? ഏപ്രിൽ തീസിസ് വ്ളാദിമിർ ഇലിനോവ് ലെനിന്റെ ആണ് ഏപ്രിൽ തീസിസ് വരുന്നത്. റോബർട്ട് സ്പിയറി ആണ് ജേക്കോബിയൻ ക്ലബ്ബ് സ്ഥാപിച്ചത്, നമുക്കറിയാം. റെയിൻ ഓഫ് ടെറർ ഒക്കെ ഇദ്ദേഹമാണ് നടത്തിയെന്നുള്ളത് നമുക്കറിയാം. ലോങ് മാർച്ച് മാവോസോ തുങ്ങിനെയാണ് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ അഞ്ചാമത്തെ ചോദ്യമൊക്കെ ഞങ്ങൾ കൃത്യമായ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുള്ളത് തന്നെയാണ്. ക്ലാസ്സിന്റെ സീരീസിനകത്തൊക്കെ ഈ ചോദ്യങ്ങളെല്ലാം നമ്മൾ കൊടുത്തിട്ടുള്ളതാണ്. ഖാൻ അബ്ദുൽ ഗാഫർ ഖാനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഇതിനകത്ത് നമുക്കറിയാം എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നു. ഖുദായി ഖിദ്മത്ഗാർ എന്ന സംഘടന അദ്ദേഹം രൂപീകരിച്ചത് അല്ലെ? ഇതിനകത്ത് ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് ശരിയാന്ന് നമുക്കറിയാം. അപ്പൊ രണ്ട് സ്റ്റേറ്റ്മെന്റ് ശരിയാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിന് ഉത്തരം വന്ന് ഇത് രണ്ടും കുറച്ച് ഡിഫിക്കൽട്ട് സ്റ്റേറ്റ്മെന്റ്സ് ആയിരുന്നു. പക്ഷെ ഇത് പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് അത് ചെയ്യാൻ പറ്റും. ഇതിനകത്തുള്ള ഒരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ മരണം അടുത്ത കാലത്ത് വളരെയധികം ചർച്ച ചെയ്തത് ഞാൻ മുമ്പൊരു വീഡിയോയിലും പറഞ്ഞതാണ്. പാകിസ്ഥാനിൽ വീട്ടുതടങ്കലിൽ കിടന്ന് നരകിച്ചാണ് അദ്ദേഹം മരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം PSC ചോദ്യം ചോദിച്ചു. പക്ഷേ ടെസ്റ്റ് 3 ക്വസ്റ്റ്യൻ നമ്പർ 5 ഖുദായി ഖിദ്മത്ഗാർ എന്നുള്ള ഇമ്പോർട്ടന്റ് ഫാക്ട് കവർ ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മൾ ആറാമത്തെ ഒരു ചോദ്യത്തിലേക്ക് പോകുമ്പോൾ ഈ ചോദ്യം വളരെ എന്താ പറയുക കുറച്ച് ബുദ്ധിമുട്ടുള്ള ചോദ്യമായിട്ട് പല സ്റ്റുഡൻസും പറയുന്നു. പക്ഷേ ഞങ്ങളുടെ മൂന്നാമത്തെ ടെസ്റ്റ് റാങ്ക് ബൂസ്റ്റർ ബാച്ചിലെ മൂന്നാമത്തെ ടെസ്റ്റിന് അത് നാലാമത്തെ ചോദ്യത്തിൽ അതിന്റെ അതിവിശാലമായ ആൻസർ കീ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് അവിടെ നിന്നുള്ള ആൻസർ കീ ആണ്. അത് പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് വളരെ ഈസി ആയിട്ട് ഇതിന്റെ ആൻസറിലേക്ക് എത്താൻ പറ്റും. 1, 3, 4 ഇതിനകത്ത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനെ ഷാ കമ്മീഷൻ എന്നൊരു പേരിലൊന്നും അറിയപ്പെടുന്നില്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. ഓക്കെ, യെസ്. നമ്മുടെ ബാച്ചസിനെ പറ്റിയുള്ള ഇൻഫർമേഷന് വേണ്ടിയിട്ട് നിങ്ങൾ കമന്റ് സെക്ഷൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് വേണ്ടി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് എക്സാം എന്നാണ് അതുവരെ ഉള്ള ഒരു മെഗാ ബാച്ച് അഫോർഡബിൾ ഫീസ് സ്ട്രക്ചറിൽ ആരംഭിച്ചിട്ടുണ്ട്. LDC ബാച്ചസും സ്മാർട്ട് ബാച്ചും ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതിന്റെ ഡീറ്റെയിൽസ് കമന്റ് സെക്ഷൻ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ജോഗ്രഫി ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു പേപ്പർ ആണെന്ന് പലരും പറഞ്ഞിരുന്നു. പക്ഷെ ജോഗ്രഫി ചോദ്യങ്ങളൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് തന്നെയാണ്. ഈ ഒരു ചോദ്യം തന്നെ ക്ലാസ് നോട്ട്സ് വെച്ച് ഇതൊക്കെ ഞാൻ ക്ലാസ് നോട്ട്സിന്റെ സ്ക്രീൻഷോട്ട് ആണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. ക്ലാസ് നോട്ട്സ് വെച്ച് നമുക്ക് വളരെ എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. കാര്യം ഇവിടെ തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ? തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അന്തരീക്ഷത്തിൽ താഴത്തെ പാളി ഏതാ? ട്രോപ്പോ, ജീവനുള്ളത് എന്നുള്ള മീനിങ് ആണ് അല്ലെ? ജീവനുള്ള അന്തരീക്ഷത്തിൽ താഴത്തെ പാളിയിലാണ് നമ്മളൊക്കെ ഉള്ളത്. നമുക്കൊക്കെ ജീവനുണ്ടല്ലോ. അപ്പൊ ട്രോപ്പോസ്ഫിയർ ആണ്, സ്ട്രാറ്റോസ്ഫിയർ അല്ല. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്തായാലും തെറ്റാണ്. ഓക്കെ, നൈട്രസ് ഓക്സൈഡ് ഹരിതഗൃഹ വാതകമാണ്, അത് ശരിയാണ്. ഗ്രാനൈറ്റ് എന്ന് പറയുന്നത് ഒരു അവസാദ ശിലയാണ്. ക്ലാസ്സിൽ കൃത്യമായിട്ട് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊരു ആഗ്നേയശിലയാണ്. ആഗ്നേയശിലയാണ്, അവസാദശിലയല്ല. ആഗ്നേയശിലകളുടെ എക്സാമ്പിൾ ഗ്രാനൈറ്റ്, ഗാബ്രോ, ബസാൾട്ടിനെ ഒക്കെ പറ്റി നമ്മൾ പറഞ്ഞിരുന്നു. പിന്നെ അളകനന്ദയെ ഭഗീരഥി എന്നീ ദേവപ്രയാഗിൽ വെച്ച് തന്നെയാണ് മീറ്റ് ചെയ്യുന്നത്. അതും ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ഉത്തരം തെറ്റായ പ്രസ്താവനകൾ എന്ന് പറയുമ്പോൾ B ആണ്. 1 and 3 ആണെന്നുള്ള കാര്യം ഓർക്കാം. ഇതിനകത്ത് മറ്റൊരു ബുദ്ധിമുട്ടുള്ള ചോദ്യം പലരും പറഞ്ഞത് ഓഷ്യൻ കറൻസിന്റെ ചോദ്യമായിരുന്നു. അതും ക്ലാസ്സിൽ കൃത്യമായി പഠിച്ചത്. ബിക്കോസ് 9ാം ക്ലാസ് SCERT-ൽ ഇതിനെപ്പറ്റി കൊടുക്കുന്നുണ്ട്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്രജല പ്രവാഹം ഏതെന്നായിരുന്നു ചോദ്യം. അപ്പൊ ക്ലാസ്സിൽ പഠിപ്പിച്ചു തന്നെ ക്ലാസ്സിൽ പഠിപ്പിച്ചു തന്നെ എങ്ങനെയായിരുന്നു അഖിൽ എന്നുള്ള പേര് ഒരു ഇന്ത്യൻ പേരാണല്ലോ. അപ്പൊ അഖിൽ പ്രവാഹം എന്ന് ഓർക്കുക. അങ്ങനെ നമുക്ക് അഗുൽഹാസിലേക്ക് എത്താന്ന് പറഞ്ഞിരുന്നു. മാത്രമല്ല ഈ അടുത്ത ചോദ്യം എന്തായിരിക്കും അറിയോ? ഇതൊരു ചൂടുള്ള പ്രവാഹമാണോ തണുപ്പുള്ള പ്രവാഹമാണോ? ഇന്ത്യ ചൂടുള്ള ക്ലൈമറ്റ് ആണല്ലോ. അപ്പൊ ഈ പ്രവാഹവും ചൂടുള്ള പ്രവാഹം തന്നെയാണ്. റിനോമിക്സ് ക്ലാസ്സിൽ ഈ കോഡൊക്കെ വെച്ചാണ് പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിനൊക്കെ വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമായിരുന്നു. ഇതിലെ ഓരോ കറണ്ട് നിങ്ങൾ ഇനി പഠിക്കണം. അഗുലേസ കറണ്ട്, കുറേഷ്യോ ഒറേഷ്യോ കറണ്ട് ഇനി വരാൻ സാധ്യത വളരെ അധികമാണ്. ഇത് ജപ്പാന്റെ തീരത്താണ്. ഗൾഫ് സ്ട്രീം എവിടെയാണ്? ടൈറ്റാനിക് മുക്കിയത് ഗൾഫ് സ്ട്രീമാണ്. ഞാൻ പണ്ട് ഇതിന്റെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. വെങ്ക്വേല കറണ്ട് എവിടെയാണെന്നൊക്കെയുള്ള കൃത്യമായ മാപ്പ് നോക്കി തന്നെ പഠിക്കാം. ഇനി അടുത്തുള്ള പരീക്ഷകളിൽ സമുദ്രജല പ്രവാഹത്തിൽ നിന്ന് റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ ഇതുപോലെ വരും. അതുപോലെ തന്നെ മറ്റൊരു ചോദ്യമായിരുന്നു ഇത്. ശരിയായ പ്രസ്താവനകൾ കണ്ടെത്താനുള്ള ചോദ്യമായിരുന്നു. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം അല്ലെങ്കിൽ നമ്മുടെ ജോഗ്രഫിയിലെ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇത് പല സബ്ജക്റ്റിൽ നിന്നുള്ളതായിരുന്നു. ജോഗ്രഫിക്കകത്തെ ഫിസിക്കൽ ജോഗ്രഫി ഉണ്ട്, ഹ്യൂമൻ ജോഗ്രഫി ഉണ്ട് അല്ലെ, റിവർ ജോഗ്രഫി ഉണ്ട്. പക്ഷെ ഇതൊക്കെ നമ്മൾ ക്ലാസ് നോട്ട്സിനകത്ത് എക്സ്റ്റെൻസീവായിട്ട് ഡിസ്കസ് ചെയ്ത് കൊടുത്തതാണ്. നിങ്ങൾക്ക് അതിന്റെ ആൻസർ അതിൽ നിന്ന് കിട്ടും. അതിന്റെ ആൻസർ C ആണല്ലോ. C. 9ാമത്തെ ചോദ്യത്തിന് ഉത്തരം C ആണ്. ചക്രവാതകങ്ങൾ അല്ലെങ്കിൽ ഉഷ്ണമേഖല ചുഴലിക്കാറ്റുകൾ എന്നുള്ളതായിരുന്നു അടുത്തൊരു ചോദ്യം. ഇത് ഞങ്ങൾ പ്രെഡിക്ട് ചെയ്തൊരു ചോദ്യം ആയതുകൊണ്ട് തന്നെയാണ് ക്ലാസ്സിൽ ഇത് എക്സ്റ്റെൻസീവായിട്ട് പഠിപ്പിച്ചത്. പിന്നെ പല പരീക്ഷകളും ഇത് വരുന്നുണ്ട്. ഇവിടെ ഹറിക്കെയിൻ എന്ന് പറയുന്നത്
അറ്റ്ലാന്റിക് മേഖലയിലാണ് കാണപ്പെടുന്നത് അല്ലെ. ഹുറിക്കെയിൻസ് അറ്റ്ലാന്റിക് മേഖലയിലാണ് കാണപ്പെടുന്നത്. സൈക്ലോൺസ് ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ്. നമ്മുടെ ഇവിടെ നമ്മൾ സൈക്ലോൺ എന്ന് വിളിക്കുന്നത്, ചുഴലിക്കാറ്റ് തന്നെയാണ് അവിടെ ഹുറിക്കെയിൻസ് അറ്റ്ലാന്റിക്കിൽ വിളിക്കുന്നത്. ടൈഫൂൺ പസഫിക് മഹാസമുദ്രത്തിലും സൗത്ത് ചൈന സീയിലും ടൈഫൂൺസ് തന്നെയാണ്. വില്ലി വില്ലി എന്നാണ് ഇതിനെ ഓസ്ട്രേലിയയിൽ വിളിക്കുന്നത്. ഇതൊക്കെ പല പരീക്ഷകളിലും പലപ്പോഴും വന്നിട്ടുള്ളതാണ്. അപ്പൊ ഇതുകൊണ്ട് തന്നെ ഉത്തരം ഡി ആണ്. 10ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഡി ആണ്. 11ാമത്തെ ചോദ്യം PSC യുടെ ദേശീയ ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ ടെസ്റ്റ് സീരീസിലും ക്ലാസ്സിലും ഒക്കെ റിപ്പീറ്റ് ചെയ്ത് പഠിപ്പിച്ചിരുന്നു. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടുകിടക്കുന്ന ദേശീയ ജലപാത ഏത്? അത് ദേശീയ ജലപാത 3 ആണ് അല്ലെ. അപ്പൊ അതിനെപ്പറ്റിയുള്ള ഡേറ്റാസ് ഓർത്തിരിക്കുക. ക്ലാസ്സിൽ ഇത് പഠിപ്പിച്ചിരുന്നു. ടെസ്റ്റ് 4 ചോദ്യം നമ്പർ 8 ഇതിനെപ്പറ്റി കൃത്യമായി പറഞ്ഞിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം 2024 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥ്യം വഹിച്ച രാജ്യം ഏതെന്നുള്ളതായിരുന്നു. ഇത് തന്നെയാണ്. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ 41ാമത് ചോദ്യമാണെന്ന് തോന്നുന്നു, അതിലും കാണുന്നത് ഇത് തന്നെയാണ്. സൗദി അറേബ്യയാണ് ഇതിന്റെ കൃത്യമായിട്ടുള്ള ഉത്തരം. ഇത് 13ാമത് ചോദ്യം. ഈ ഗ്രീൻ റെവല്യൂഷന്റെ ചോദ്യം ഡിഫിക്കൽട്ട് ആണ്, 4 സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഉണ്ട്, ഓപ്ഷൻസ് പ്രശ്നമാണെന്നൊക്കെയാണ് പലരും പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ കൃത്യമായിട്ട് ഞങ്ങൾ 2ാമത്തെ ടെസ്റ്റിനകത്തെ 11ാമത്തെ ചോദ്യത്തിൽ ഈ പോയിന്റുകൾ എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ഹരിത വിപ്ലവത്തിന് നല്ല വശങ്ങളുണ്ട്, മോശം വശങ്ങളുണ്ട്. ഇത് രണ്ടും പഠിച്ചിട്ട് പോകണമെന്ന് ഞങ്ങൾ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് 1, 2, 3 എന്നുള്ള പ്രസ്താവനകൾ ശരിയാണ്, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ 4ാമത്തെ പ്രസ്താവന തെറ്റാണ്. 1ാം പഞ്ചവത്സര പദ്ധതിയുടെ സമയത്തല്ല ഹരിത വിപ്ലവം ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ 4th സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. ഇത് മറ്റൊരു റാങ്ക് മേക്കിംഗ് ചോദ്യമാണ്, കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ടതാണ്. ഗോതമ്പ്, നെല്ല്, ചോളം, പയർവർഗ്ഗങ്ങൾ എന്നിവയുടെ പ്രധാന 4 ഭക്ഷ്യവിളകളാണ് അല്ലെ. ഇവരുടെ ഉൽപാദനത്തിന്റെ തോതിനെ പറ്റിയാണ് ചോദ്യം വന്നിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ഉത്തരം ബി ആണ്. ഏറ്റവും അധികം ഉൽപാദനത്തിന്റെ തോത് നമുക്ക് കാണാൻ പറ്റുന്നത് നെല്ലിൽ തന്നെയാണ്. പിന്നീടാണ് ഗോതമ്പ് വരുന്നത്. ഓക്കെ, അതിന് നെല്ലും ഗോതമ്പുമാണ് 1, 2 സ്ഥാനത്തുള്ളത്. പിന്നെ ഉള്ളത് എന്താണ്? ചോളമാണ്. പിന്നീട് പയർവർഗ്ഗങ്ങൾ തന്നെയാണ്. ഈ ഒരു ചോദ്യമാണ് പല സ്റ്റുഡൻസും ഭയങ്കര ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞൊരു ചോദ്യം. പക്ഷെ ഞങ്ങൾ ടെസ്റ്റ് 5 ക്വസ്റ്റ്യൻ നമ്പർ 4 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ പറ്റിയും റിപ്പോ റേറ്റുകളെ പറ്റി നന്നായിട്ട് ഡിസ്കസ് ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നു. ക്ലാസ് നോട്ട്സ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ വായിച്ചു നോക്കാം. ഇവിടെ 1ാമത്തെ പ്രസ്താവന ശരിയാണ്, 2ാമത്തെ പ്രസ്താവന കറണ്ട് അഫയേഴ്സ് ലിങ്ക്ഡ് ആണ്. അത് 2 പ്രസ്താവനകളും ശരിയാണ്. റിവേഴ്സ് റിപ്പോ റേറ്റും കൃത്യമായി പഠിച്ചിട്ട് പോവുക. നോട്ട്സ് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇനിയുള്ള പരീക്ഷകളിൽ റിവേഴ്സ് റിപ്പോ റേറ്റ് വരും. ഇതേ പ്രസ്താവന റിവേഴ്സ് റിപ്പോയെ സംബന്ധിച്ച് ശരിയാണ്. ഇനി ഇവിടുത്തെ ഡേഞ്ചർ എന്താണെന്നറിയോ? റിവേഴ്സ് റിപ്പോ റേറ്റും PSC ചോദിച്ച് അവർ തന്നെ ബോറടിച്ചിരിക്കുകയാണ്. ഇനി വരാൻ പോകുന്നത് ക്യാഷ് റിസർവ് റേഷ്യോ എന്ത്, അല്ലെങ്കിൽ ബാങ്ക് റേറ്റ്, ഇത് UPSC വന്നിട്ടുള്ള ബാങ്ക് റേറ്റ് എന്ത്, ആ ചോദ്യങ്ങളൊക്കെ ആയിരിക്കും ഇനി വരാൻ പോകുന്നത്. മാർജിൻ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി എന്നൊക്കെ പറയുന്ന പുതിയ പുതിയ ആശയങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ക്ലാസ്സസ് വേണമെങ്കിൽ നിങ്ങൾ പറയാം, നമുക്ക് യൂട്യൂബിൽ ഇതൊക്കെ ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, 16ാമത്തെ ചോദ്യം നമ്മൾ പല ടെസ്റ്റുകളിൽ കൂടി ടെസ്റ്റ് 4, ടെസ്റ്റ് 1, ടെസ്റ്റ് 5 ഒക്കെ കവർ ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ ഇത് ഞാൻ എപ്പോഴും ജനറേഷനെ വെച്ച് ആലോചിക്കണം എന്ന് പറയാം അല്ലെ. ഇപ്പൊ നമ്മുടെ ജനറേഷന്റെ സമയത്ത് സംഭവിച്ചതിനകത്ത് ഒരേ ഒരു ഇവന്റ് ഏതാ? നമ്മുടെയൊക്കെ നിങ്ങൾ 90s കിഡ്സ് കാണും അല്ലെ, അല്ലെങ്കിൽ മില്ലേനിയസ് 2000 കിഡ്സ് കാണും. നിങ്ങളുടെ ജനറേഷന്റെ സമയത്ത് സംഭവിച്ച ഒരു ഇവന്റ് ഏതാ? ഈ നോട്ട് നിരോധനം അല്ലേ, നമ്മൾ കുറെ കാലം ബാങ്കിൽ ക്യൂ നിന്നതല്ലേ. അപ്പൊ അത് വെച്ച് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. നോട്ട് നിരോധനം 3rd സ്റ്റേറ്റ്മെന്റ് അവസാനം വരുന്നത് D ആണ്. അതിലേക്ക് നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് വളരെ ഈസി ആയിട്ട് എത്താൻ സാധിക്കും. ഓക്കെ, പിന്നീട് അടുത്തൊരു ചോദ്യം മറ്റൊരു പ്രസ്താവന മാതൃക ചോദ്യമാണ്. ഇതായിരുന്നു ഏറ്റവും ഈസി ചോദ്യം ഈ ഒരു എക്സാം പേപ്പറിനകത്ത്. വളരെ ഈസി ചോദ്യമാണ്. എലിമിനേഷൻ ടെക്നിക്സ് മാത്രം മതി ഇതൊക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ. തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശ്രദ്ധിച്ച് ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കാൻ വെച്ചിട്ടുള്ളത് അല്ലെ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ? സാമ്പത്തിക വളർച്ച കൈവരിക്കുക എന്നത് പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു. ഇത് സത്യമല്ലേ? ഏത് പദ്ധതിയാണെങ്കിലും സാമ്പത്തിക വളർച്ച ഒരു പഞ്ചവത്സര പദ്ധതിയുടെ 1, 2, 3, 4, 5 ഏത് പദ്ധതിയാണെങ്കിലും അത് ലക്ഷ്യമായിരിക്കില്ലേ. 2ാമത് സ്റ്റേറ്റ്മെന്റ് രാഷ്ട്രത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് അടിത്തറ പാകിയതും ത്വരിതപ്പെടുത്തുന്നതിനുമായി നിരവധി പദ്ധതികൾ 12ാം പഞ്ചവത്സര പദ്ധതികളിലൂടെ രാജ്യത്ത് നടപ്പാക്കി. ഇത് ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ സ്റ്റേറ്റ്മെന്റ് 10 പഞ്ചവത്സര പദ്ധതികൾ കൂടെ നടപ്പാക്കിയെന്ന് പറഞ്ഞാലും 9 എണ്ണത്തിൽ കൂടെ നടപ്പാക്കിയെന്ന് പറഞ്ഞാലും 12ാം പഞ്ചവത്സര പദ്ധതിയിൽ കൂടെ നടപ്പാക്കിയെന്ന് പറഞ്ഞാലും ഒക്കെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിരിക്കത്തില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാവാൻ പറ്റുമോ? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാവാൻ പറ്റുമോ? സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഒബ്വിയസ്ലി കറക്റ്റ് ആവേണ്ട. നിങ്ങളൊന്ന് കോമൺ സെൻസ് വെച്ച് ആലോചിച്ച് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നു 5 ഇയർ പ്ലാനിന്റെ ലക്ഷ്യം സാമ്പത്തിക വളർച്ചയാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്നു 5 ഇയർ പ്ലാനുകൾ വഴി സാമ്പത്തിക വളർച്ച നടന്നു എന്ന്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിനെ ഒന്ന് പാരാഫ്രൈസ് ചെയ്തതാണ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഉത്തരം രണ്ടും ശരിയാണ്. 2ാമത്തെ സ്റ്റേറ്റ്മെന്റ് 1ാമത്തെ സ്റ്റേറ്റ്മെന്റ് വിശദീകരണമാണ്, അസേർഷൻ റീസണിംഗ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ. കാര്യം ഇത് നമ്മൾ കൃത്യമായിട്ട് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്, റിവിഷൻ ക്ലാസ്സിന്റെ സമയത്ത് ഡിസ്കസ് ചെയ്തതാണ്. ഡിസ്കഷന്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഡിഗ്രി പ്രിലിംസിന്റെ സ്റ്റേജ് 3 ഈ ചോദ്യം വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഈ മാതൃകകൾ ചോദ്യം വരാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ 5-year പ്ലാൻ, പഞ്ചവത്സര പദ്ധതികളെ പറ്റി എക്സ്റ്റെൻസീവ് ആയിട്ട് റിവിഷൻ ക്ലാസ്സുകൾ പോയിട്ടുണ്ട്. ഈ ചോദ്യം മറ്റൊരു സൂചനയാണ്. ഇവിടുന്ന് പല ചോദ്യങ്ങളും ഭാവിയിൽ ഇനി വരാൻ സാധ്യതയുണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഈ ചോദ്യം എന്താണ്? നീതി ആയോഗിന്റെ ചില സംരംഭങ്ങൾ. ഇത് റിവിഷൻ ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിച്ചതാണ് കേട്ടോ. ഏറ്റവും അവസാനം നടന്ന റിവിഷൻ ക്ലാസ്സുകളിൽ ഇതൊക്കെ കൃത്യമായും നമ്മൾ പഠിപ്പിച്ചു വിട്ടത് തന്നെയാണ്. ചോദ്യം എന്താണ്? നീതി ആയോഗിന്റെ ചില ഇനിഷ്യേറ്റീവ്സ്, അവയുടെ ലക്ഷ്യങ്ങളും താഴെ കൊടുത്തിരിക്കുന്നു. അതിനെ മാച്ച് ദ ഫോളോയിങ് ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. അടൽ ഇന്നൊവേഷൻ മിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന സംരംഭകത്വം അല്ലെങ്കിൽ നവീന ആശയങ്ങൾ രൂപീകരണം. ഇന്നൊവേഷൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ നവീന ആശയ രൂപീകരണമാണ്. നമ്മളിപ്പോൾ ചെയ്ത എലിമിനേഷൻ ടെക്നിക്സ് അതൊരു ഇന്നൊവേഷൻ ആയിരുന്നു. കാര്യം മുൻപ് ഇല്ലാത്തൊരു മാതൃക നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമായിരുന്നു. ഇന്ന് കുറച്ച് ക്രിറ്റിസിസംസ് കേട്ടെങ്കിൽ ഇപ്പൊ സന്തോഷമുണ്ട്. ഇന്നൊവേഷൻ എന്ന് വെച്ചാൽ അതാണ്, പുതിയതായ ഒരു സംഭവം കൊണ്ടുവരുന്നു, ഇന്നൊവേഷൻ. അപ്പം ഇന്നൊവേഷൻ മിഷന്റെ ഭാഗം തന്നെയല്ലേ നവീന ആശയ രൂപീകരണം വരുന്നത്. സിമ്പിൾ ആസ് ദാറ്റ്. മെത്തനോൾ സമ്പദ്ഘടന. മെത്തനോൾ സമ്പത്ത് 1B ആണല്ലേ, 1B ആണ്. 1B ആണെങ്കിൽ 2C ആയിരിക്കും. 1B ആണ്, 2C തന്നെ ആയിരിക്കും. കണ്ടോ? പിന്നെ അതിനെപ്പറ്റി ആലോചിച്ച് ബേജാറാണ്. 2C ആയിരിക്കും. ശൂന്യ ക്യാമ്പയിനിങ് ഈ പറയുന്ന പോലെ പൊല്യൂഷൻ കുറയ്ക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. വായുമലിനീകരണം കുറയ്ക്കുക, ശൂന്യമാക്കുക, 0 ആക്കുക, അതാണിത്. അപ്പൊ ഒരു ഉത്തരം C ആണ് കേട്ടോ. ഇത് നിങ്ങൾ മനസ്സിലാക്കുക. സഹകരണ ഫെഡറലിസം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള ബന്ധം വർദ്ധിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നൊരു ആശയമാണ്. ഈ വാക്ക് ആരാണ് ആദ്യമേ ഉപയോഗിച്ചതെന്ന് ചോദ്യം വരും. ഗ്രാൻവിലെ ഓസ്റ്റിൻ. ഇപ്പൊ തന്നെ ഓർത്തിരുന്നു, ഗ്രാൻവിലെ ഓസ്റ്റിൻ എന്ന് പറയുന്ന ഒരു പണ്ഡിതനാണ് ആ വാക്ക് ആദ്യമായി യൂസ് ചെയ്യുന്നത്. ഇന്ത്യൻ ഫെഡറൽ സംഹിത അദ്ദേഹം വിളിച്ച പേരാണ്. ഇതൊരു കോപ്പറേറ്റീവ് ഫെഡറലിസം ആണ്. സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും കോപ്പറേറ്റ് ചെയ്താണ് മുന്നോട്ട് പോകുന്നതെന്നാണ് ആ ഒരു പ്രസ്താവനയുടെ അർത്ഥം. ഓക്കെ. 19ാമത്തെ ചോദ്യം. ഇതും വളരെ ഈസി ആയിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ് അല്ലെ. 1991 ഇന്ത്യ നടപ്പാക്കിയ പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്താനാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ പല വീഡിയോയിലും പറയുന്നൊരു കാര്യമാണ് സ്റ്റേറ്റ്മെന്റ് കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ. ഇങ്ങനെ ഇത് മറ്റൊരു ചാനലിൽ ഞാൻ ഇതിന്റെ ഒരു വീഡിയോ എൻ്റെ ഒരു വിദ്യാർത്ഥി അയച്ചു തന്നിരുന്നു. അവര് ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്തതിൽ സന്തോഷമുണ്ട്. കാര്യം ഈ ഒരു ടെക്നിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പല രീതിയിലും എന്താ പറയാ മാർക്ക് ഇഷ്ടം പോലെ എക്സ്ട്രാക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു സംഭവമാണ്. പക്ഷെ ഇത് ഈ ടെക്നിക്കൽ യൂസ് ചെയ്യുന്ന ആൾക്കാർ ഇന്നോവേറ്റീവ് ആയിട്ട് നിങ്ങളുടെ സൈഡിൽ നിന്നും കൂടെ ഒരു കോൺട്രിബ്യൂഷൻ വീഡിയോസിൽ പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1991 ഇന്ത്യ നടപ്പാക്കിയ പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ അല്ലെ. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? സ്വാശ്രയത്വം പ്രോത്സാഹിപ്പിച്ചു. അതായത് വിദേശ സഹായം പരമാവധി കുറയ്ക്കണം എന്നാണ് ഇവിടെ പറയുന്നത് അല്ലെ. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇന്ത്യൻ സമ്പദ്ഘടനയെ ഉദാരവൽക്കരിച്ചു, ആഗോള കമ്പോളമായി സംയോജിപ്പിച്ചു. ഒരു ഡൗട്ട് വെച്ചോട്ടെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റും സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും പരസ്പരം ഓപ്പോസിറ്റ് അല്ലേ? ഞാൻ അറിയത്തുണ്ട് ചോദിക്കാം. സ്വാശ്രയം നമ്മൾ മതി, നമുക്ക് വേറെ ആരും വേണ്ട എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് വിദേശത്തോട് സംയോജിക്കാൻ പോകുന്നത്? നമ്മൾ മതിയല്ലോ. ഇപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റും സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും ഒരുമിച്ച് ശരിയാവാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഒന്നുകിൽ ഒന്നങ്ങനെ തെറ്റായേ പറ്റുള്ളൂ. അപ്പം തന്നെ നമുക്ക് എ എലിമിനേറ്റ് ചെയ്യാൻ പറ്റി. എ പോയി. തേർഡ് സ്റ്റേറ്റ്മെന്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കുക, ഇറക്കുമതി പരമാവധി കുറച്ച് തദ്ദേശീയ വ്യവസായ സ്ഥാപനങ്ങൾ സംരക്ഷിക്കുക അല്ലെ. ഇവിടെ നമ്മൾ സാമ്പത്തിക വ്യവസ്ഥയെ പറ്റി ഉദാരവൽക്കരണം ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എലിമിനേറ്റ് ചെയ്തപ്പോൾ തന്നെ അപ്പൊ ഇതിനകത്ത് നമുക്ക് മറ്റൊരു ക്ലൂ ഉണ്ട്. പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കുക എന്ന് പറയുന്നത് നമ്മൾ പല പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കാൻ ശ്രമിച്ചിരുന്നു അല്ലെ. പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ പലയിടത്തും കൊണ്ടുവരാൻ ശ്രമിച്ചു. അപ്പൊ തേർഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. കാര്യം പുത്തൻ സാമ്പത്തിക നയമാണ്. അപ്പൊ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് ട്രേഡ് കൂട്ടി ലൈസൻസ് ഒക്കെ എടുത്ത് കളഞ്ഞു. അപ്പൊ പിന്നെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഉത്തരം നമുക്ക് ഡി എന്നുള്ള ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പരസ്പരം ഓപ്പോസിറ്റ് ആണ് എന്ന് തന്നെ പഠിച്ചു വെക്കാം. ഇങ്ങനെ തന്നെ ഇക്വേഷൻ എഴുതി പഠിക്കാം. ഓക്കെ, 20ാമത്തെ ചോദ്യത്തിലേക്ക് പോകുമ്പോൾ ഇത് നമ്മൾ ക്ലാസ്സിൽ ഒക്കെ ഡിസ്കസ് ചെയ്താണ്. ക്ലാസ് നോട്ട്സ് ഞാൻ താഴെ കൊടുക്കാം. ഇന്ത്യൻ ഭരണഘടനയെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ കുറിച്ച് ശരിയായ വസ്തുത താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് അല്ലെ. 1ഉം 3ഉമാണ് ശരിയായ വസ്തുതകൾ. 7 അംഗങ്ങളാണ് അതിനകത്തുള്ളത്. 7 അംഗങ്ങളുടെയും പേര് പഠിക്കാം. അടുത്ത പരീക്ഷയ്ക്ക് ഇവരുടെ പേരായിരിക്കും ചോദിക്കുക. ഇതൊക്കെ ക്ലാസ്സിൽ എഴുതി പഠിപ്പിച്ചതാണ്. ഈ വിശദമായിട്ടുള്ള നോട്ട്സും കൊടുത്തിട്ടുണ്ട് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ പറ്റി. ഇതൊന്നും സ്കിപ്പ് ചെയ്യരുത്. 21ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് നമുക്ക് വളരെ എന്താ പറയുക ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. സാർവത്രിക വോട്ടവകാശം. ഇത് നമ്മൾ അവസാനം ചെയ്ത റിവിഷൻ ക്ലാസ്സിൽ ഇതിനെപ്പറ്റി എക്സ്റ്റെൻസീവ് ആയിട്ട് പറഞ്ഞിരുന്നു. ഇതിനകത്ത് സാർവത്രിക വോട്ടവകാശം 3ഉം 2ഉം 6 326-നകത്താണ് അതിനെപ്പറ്റി പറയുന്നത്. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്.
സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റാണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് കറക്റ്റ് ആണ് അല്ലെ. ഈ ചോദ്യത്തിൽ ജസ്റ്റ് നോക്കുക, ഇവിടെ നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ, അത് പരസ്പര വിരുദ്ധങ്ങളല്ലേ. പക്ഷെ അത്തരത്തിലുള്ള ഓപ്ഷൻ ഇല്ലാത്തൊരു കുഴപ്പമില്ല. ഇവിടെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ബിക്കോസ് 61ാം ഭേദഗതിയിലൂടെയാണ് വോട്ടിംഗ് പ്രായം ഇത്രയും കുറയ്ക്കുന്നത്. ഇതേ വർഷം തന്നെയാണ് ഇലക്ഷൻ കമ്മീഷണേഴ്സിന്റെ എണ്ണം 1 നിന്ന് 3 ആകുന്നത്. നേരത്തെ ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്നു, ഇനി മുതൽ ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറും 2 ഇലക്ഷൻ കമ്മീഷണേഴ്സുമാണ് ഉള്ളത്. അപ്പോൾ അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത് നമ്മൾ റിവിഷൻ ക്ലാസ്സിൽ ഈ 2 ഫാക്റ്റുകളും ഇന്റഗ്രേറ്റ് ചെയ്താണ് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഡി ആണ്. ഇതിന്റെ അഡീഷണൽ ഫാക്റ്റുകൾ കൃത്യമായിട്ട് ഇവിടെ ടെസ്റ്റ് 5 ക്വസ്റ്റ്യൻ നമ്പർ 18 കൊടുത്തിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭരണഘടനാ ഭേദഗതികൾ നിങ്ങൾക്ക് കൃത്യമായിട്ടും പഠിപ്പിച്ചിട്ടാണ് വിടുന്നത്. ഈ ഒരു കാര്യം, ഇത്രയും ഭരണഘടനാ ഭേദഗതികൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് മാത്രം എക്സാം ഹോളിലേക്ക് പോവുക. ഓക്കെ, 22ാമത്തെ ചോദ്യം രാജ്യസഭയുടെ പ്രത്യേക അധികാരങ്ങളെ പറ്റിയുള്ള ചോദ്യമാണ്. ആർട്ടിക്കിൾ 249 ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇനി ധാരാളം ചോദ്യങ്ങൾ വരും കേട്ടോ. കാര്യം ഇവിടെ 1ഉം 2ഉം സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയായിട്ടുള്ളത്. കാര്യം സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ രാജ്യസഭയ്ക്ക് വലിയൊരു സ്ഥാനമാണുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ രാജ്യസഭയെ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്. സംസ്ഥാനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാനാണ് രാജ്യസഭയും പ്രസിഡന്റ് ഓഫ് ഇന്ത്യയും അവിടെ ഇരിക്കുന്നത്. അവരുടെ പ്രധാനപ്പെട്ട 2 ഫംഗ്ഷൻസിലൊന്ന് അത് തന്നെയാണ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കാം. 23ാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ ഞങ്ങൾ ടെസ്റ്റ് 5 ചോദ്യം നമ്പർ 49 കൃത്യമായും കവർ ചെയ്തിരുന്നു. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഘടനയെ പറ്റിയാണ് ചോദ്യം. 1ഉം 2ഉം മാത്രമാണ് ശരി. ഘടന, മനുഷ്യാവകാശ കമ്മീഷന്റെ ഘടന, ആ ക്ലാസ് നോട്ട്സ് ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. കൃത്യമായും പഠിക്കുക. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം, അതിനോടൊപ്പം അഡീഷണൽ ഫാക്റ്റുകളും പഠിച്ചതിന് ശേഷം മാത്രമേ അടുത്ത പരീക്ഷയ്ക്ക് പോകാവൂ. നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ വിഷയത്തിൽ വീഡിയോ വെച്ച് തന്നെ നിങ്ങൾ പഠിപ്പിക്കാം. 24ാമത്തെ ചോദ്യം ഞങ്ങൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ടെലിഗ്രാം ചാനൽ പോളായിട്ട് കൊടുത്തതാണ്. ടെലിഗ്രാം ചാനലല്ല, ഞങ്ങളുടെ LDC ക്ലാസ്സിൽ പോളായിട്ട് കൊടുത്തതാണ്. അപ്പോൾ ഇതിന് ഉത്തരം സി ആണ്. 24 ഉത്തരം യുവജന കായിക വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആരാണ്? മാൻസുഖ് മാണ്ഡവ്യ ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കാം. 25ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ബി ആണ് അല്ലെ. ഇത് ഞങ്ങൾ ടെസ്റ്റ് 2-നകത്തെ 8ാമത്തെ ചോദ്യത്തിൽ കൃത്യമായി കവർ ചെയ്തിരുന്നു. ഈ പ്രസിഡന്റ് ദ്രൗപദി മുർമുവിനെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട ഫാക്ടുകളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് വെച്ച് തന്നെ പഠിക്കാം. 26ാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടു ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ദിനാഘോഷത്തിൽ അബ്ദുൽ ഫത്താഹ് അൽ സിസി ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റ് ആണ്? അത് റിപ്പബ്ലിക് ഓഫ് ഈജിപ്തിന്റെ പ്രസിഡന്റ് ആണെന്നുള്ള കാര്യം അറിയാം. എന്തായാലും ശ്രീലങ്ക വരില്ലെന്നുള്ള കാര്യം നമുക്കറിയാം. ഇറാഖും വരത്തില്ല. കാര്യം ഈ 2 ശ്രീലങ്കയിലെ പ്രസിഡന്റ് എന്തായാലും ഈ ഒരു പേര് വരില്ലല്ലോ. ഇറാഖ് തീവ്രവാദികളുടെ കയ്യിലുള്ള രാജ്യമാണ്, അവിടുത്തെ പ്രസിഡന്റ് എന്തായാലും ഇവിടെ വരില്ലല്ലോ. അപ്പൊ ആഫ്രിക്കയിലാണോ ഒരു അറബ് റിപ്പബ്ലിക്കിലാണോ ഈ പേര് വരാൻ സാധ്യതയുള്ളത് മാത്രം ആലോചിച്ചാൽ നിങ്ങൾക്ക് ഉത്തരത്തിൽ കിട്ടും. 27ാമത്തെ ചോദ്യം നോക്കൂ. സ്നേഹ സ്വാതന്ത്ര്യം എന്ന പദ്ധതിയെ പറ്റിയുള്ള ചോദ്യമായിരുന്നു. ഇത് ഞങ്ങൾ കൃത്യമായി ക്ലാസ് നോട്ട്സിൽ ഇത് എഫക്റ്റീവായിട്ട് കൊടുത്തിട്ടുള്ളതാണ്. അടുത്തതിന് വരാൻ പോകുന്നത് മിഷൻ വാത്സല്യയെ പറ്റിയായിരിക്കും. മിഷൻ വാത്സല്യ, വനിതാ ശിശു വികസന മന്ത്രാലയത്തിന് മിഷൻ വാത്സല്യ. ഓക്കെ, 28ാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ പോക്സോയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ക്ലാസ് നോട്ട്സിൽ കൃത്യമായിട്ടും സെക്ഷൻസ് 28 പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് എല്ലാ സ്റ്റേറ്റ്മെന്റുകളും ശരിയാണ്, 4ാമത്തെ ഒഴിച്ച്. ഇവിടെ നിങ്ങൾ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചോ, 3ഉം 4ഉം പരസ്പര വിരുദ്ധങ്ങളല്ലേ. 3 പറയുന്നു കുട്ടിയുടെ മൊഴിയെടുക്കാൻ പോലീസ് ഓഫീസർ ഔദ്യോഗിക വേഷത്തിൽ വരണം. 4 പറയുന്നു ഔദ്യോഗിക വേഷത്തിലായിരിക്കരുത്. അല്ല സോറി, നേരെ തിരിച്ച്. 1ന്റെ ഓപ്പോസിറ്റാണ് മറ്റൊന്ന് പറയുന്നത്. അപ്പോൾ 3ഉം 4ഉം എന്തായാലും ഒരുമിച്ച് വരത്തില്ല. 1 മുതൽ 4 വരെ ഒരുമിച്ച് വരത്തില്ല. കാര്യം 3ഉം 4ഉം പരസ്പര വിരുദ്ധങ്ങളാണ്. 1 മത്തിയാണെങ്കിൽ മറ്റൊന്ന് അലുവയാണ്. അപ്പൊ 2 എങ്ങനെയാണ് മാച്ചായി പോകുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ തന്നെ നമുക്ക് ഇതിന് ഉത്തരം അപ്പോൾ 2ലും 1, 2 മാത്രമുണ്ട്. അപ്പോൾ 1, 2 എന്തായാലും ശരിയായി പറ്റില്ല. പിന്നെ 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഓക്കെ, അത് അങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കുക. നമ്മൾ മുമ്പ് പല വീഡിയോസ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. ഓക്കെ, 29ാമത്തെ ചോദ്യം വാത്സല്യനിധി പദ്ധതിയെ സംബന്ധിക്കുന്ന ഏറ്റവും യോജിക്കുന്ന പ്രസ്താവന ഏതാണ്? എഗെയിൻ 1ഉം 3ഉമാണ് ഏറ്റവും യോജിക്കുന്ന പ്രസ്താവനകൾ എന്ന് പറയുന്നത്. 30ാമത്തെ ചോദ്യം എന്താണ്? വിദ്യാജ്യോതി പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ഏറ്റവും അനുയോജ്യമായത് ഏതെന്നാണ് ചോദ്യം. ഇതും 1ഉം 2ഉം പ്രസ്താവനകളാണ് ഏറ്റവും അനുയോജ്യമായത് എന്നുള്ളത് കാര്യം ഓർക്കാം. 31ാമത്തെ ചോദ്യത്തിനകത്ത് ശരി ഉത്തരം എ ആണ്. 2ാമത്തെ ചോദ്യമാണ് ശരി. ഇത് നമ്മൾ 2ാമത്തെ ടെസ്റ്റിനകത്ത് 32ാമത്തെ ചോദ്യത്തിനകത്ത് നമ്മൾ കവർ ചെയ്തിട്ടുള്ളത് തന്നെയാണ്. ഓക്കെ, ശ്രീ എം ഷാജൻ ആണ് പുതിയ യുവജന കമ്മീഷൻ ചെയർമാനായിട്ട് വന്നിട്ടുള്ളത്. ഇപ്പോഴത്തെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് മുഹമ്മദ് മുസ്താഖ് ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കാം.
33ാമത്തെ ചോദ്യം പലർക്കും ബുദ്ധിമുട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. പക്ഷേ നമുക്ക് ക്ലാസ്സിൽ ഞങ്ങൾ ഗവർണൻസിന്റെ ഭാഗമായിട്ട് കേരള ഗവർണൻസിന്റെ ക്ലാസ്സിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഭാഗമായി ഇത് പഠിപ്പിച്ചതാണ് അല്ലേ. ഇതിനകത്ത് ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ശരി? 1ഉം 3ഉം ശരിയാണ്. ഓരോ നിറവും മഴ മുന്നറിയിപ്പിന്റെ സമയത്ത് ഓരോ നിറവും എന്താണ് പ്രതിനിധാനം ചെയ്യാൻ പോകുന്നതെന്ന് ഇവിടെ കൃത്യമായി ക്ലാസ് നോട്ട്സിൽ പറയുന്നുണ്ട്. അടുത്ത പരീക്ഷയ്ക്ക് ഇവിടെ ചോദ്യങ്ങൾ വരും. ഈ നോട്ട്സ് വെച്ച് പഠിക്കാം. അടുത്ത ചോദ്യങ്ങൾ ഞങ്ങൾ 4ാമത്തെ ടെസ്റ്റിനകത്ത് 31ാമത്തെ ചോദ്യത്തിൽ കവർ ചെയ്താണ് അല്ലേ. പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജനകൾ ഏതാണ്? ടെൻഡൻ ആണ്. കൃത്യമായും ഇതേ ചോദ്യം തന്നെ ഞങ്ങളുടെ ഒറ്റ ചോദ്യം, ഈ ഒറ്റ ചോദ്യം ടെസ്റ്റ് 4-നകത്തെ 31ാമത്തെ ചോദ്യത്തിൽ നിന്ന് തന്നെ 2 ചോദ്യങ്ങൾ വന്നത്. 36ാമത്തെ ചോദ്യവും ഇവിടെ നിന്ന് തന്നെയാണ് അല്ലെ. ദ്രാവകാവസ്ഥയിലുള്ള യോജനകൾക്ക് ഉദാഹരണം ഏത്? ഈ കൂട്ടത്തിൽ ഏതാണ് ദ്രാവകം ആയിട്ട് നോക്കിയാൽ അത് രക്തമാണ് അല്ലെ. രക്തം കൃത്യമായിട്ട് ഇത് നമ്മളോട് കൊടുത്തിട്ടുണ്ട് അല്ലെ, രക്തം. സോ അത് റിസർച്ച് ബേസ്ഡ് ആയിട്ട് ചെയ്തൊരു പ്രോജക്റ്റ് ആയിരുന്നു. ശരിയും കഷ്ടപ്പെട്ടാണ് ചെയ്തത്, പക്ഷെ അതിൻ്റെ ഒരു ബെനിഫിറ്റ് ഉണ്ടായി എന്ന് പറഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട്. ജൈവ വൈവിധ്യ സംരക്ഷണാർത്ഥം പൊതുജന പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന സംരക്ഷണ സംവിധാനമാണ് കമ്മ്യൂണിറ്റി റിസർവ്. റിവിഷൻ ക്ലാസ്സിൽ ഇതിനെപ്പറ്റിയും പറഞ്ഞു പോയിട്ടുണ്ട്. UPSC ഫാക്കൽറ്റീസ് റൺ ചെയ്ത റിവിഷൻ ക്ലാസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റിയും പറഞ്ഞു പോയിട്ടുണ്ട്. കാരണം ഈ ചോദ്യം UPSCയിൽ വന്നിട്ടുള്ളതാണ്. 37ാമത്തെ ചോദ്യം ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. മനുഷ്യ ശരീരത്തിൽ ഈ പറയുന്ന അമോണിയയെ യൂറിയാക്കി മാറ്റുന്നത് കരളാണ്. ഓക്കെ, ക്ഷമിക്കണം, എൻ്റെ മൈക്ക് ചെറുതാണെന്ന് കംപ്ലൈൻ്റ് ആയി, അതുകൊണ്ടാണ് ഞാൻ ഉച്ചത്തിൽ സംസാരിക്കുന്നത്. 38ാമത്തെ ചോദ്യവും SCRT ഉള്ളതായിരുന്നു. കൃത്യമായ ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ്. മുതിർന്ന വ്യക്തികളിൽ സൊമാറ്റോട്രോപ്പിന്റെ അമിത ഉപയോഗം മൂലം ഉണ്ടാകുന്ന അവസ്ഥ ഏത്? അക്രോമെഗലിയാണ്. അക്രോമെഗലി SCRT മാത്രം പഠിച്ചിട്ട് പോയാക്കിയത് കിട്ടും. ഞങ്ങൾ ക്ലാസ്സസിലും SCRT ആണ് ഏറ്റവും അധികം ഫോക്കസ് ചെയ്തത്. അതുകൊണ്ട് ഒപ്പം UPSC മെറ്റീരിയൽസും കൂടെ വെച്ച് പഠിച്ചെങ്കിൽ ഇത്തരത്തിലുള്ള റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ നമുക്ക് കിട്ടും. ഇത് ഈ പറഞ്ഞ പോലെ 10ാം ക്ലാസ് ബയോളജിയിലെ ചാപ്റ്റർ 3 ആണേ. 39ാമത്തെ ചോദ്യം, ഇതും ടെസ്റ്റ് 3-നകത്തെ ചോദ്യം നമ്പർ 27-നകത്ത് നമ്മൾ കവർ ചെയ്തതാണ്. ഉമിനീരിൽ ഇറങ്ങിയിരിക്കുന്ന ഏത് രാസാഗ്നിയാണ് ഭക്ഷണത്തിലെ സൂക്ഷ്മ രോഗാണുക്കളെ നശിപ്പിക്കുന്നത്? ഇത് ലൈസോസോമാണ്. ഇപ്പോൾ ഉമിനീരായിക്കോട്ടെ കണ്ണുനീരായിക്കോട്ടെ ഇത് തന്നെയാണ് മൈക്രോ ഓർഗാനിസംസിനെ കൊല്ലുന്നത് കേട്ടോ. അടുത്ത ചോദ്യം നമ്മൾ മിഠായി ആണല്ലേ. കുട്ടികൾക്ക് സൗജന്യമായി പ്രമേഹത്തിന് ചികിത്സ നൽകുന്ന പദ്ധതി നമ്മുടെ കറണ്ട് അഫയേഴ്സ് ടെസ്റ്റിനകത്ത് ചോദ്യം നമ്പർ 73 നമ്മൾ ഇതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. 41ാമത്തെ ചോദ്യം നമ്മൾ നേരത്തെ കണ്ട ചോദ്യത്തിന്റെ സെയിം ചോദ്യം തന്നെയാണ് ഇത്, പക്ഷെ ഓപ്ഷൻസ് മാറി. ലോക പരിസ്ഥിതി ആഗോള ആഘോഷങ്ങൾക്ക് ആതിഥേയം വഹിച്ച രാജ്യം ഏതാ? സൗദി അറേബ്യ ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കാം. ഓക്കെ, കണ്ടോ, ഈ മിഠായി പദ്ധതിയെ പറ്റി ഞങ്ങൾ അഡീഷണൽ ഫാക്ടറിലൂടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ടെസ്റ്റ് സീരീസ് എന്ന സ്ക്രീൻഷോട്ടാണ്. പിന്നീട് 41ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം C ആണ് അല്ലേ. 43ന്റെ ഉത്തരം D ആണ്. 44ന്റെ ഉത്തരം A ആണ്. ഇക്വേഷൻസും കാര്യങ്ങളും ഫാക്ടറുകളും എല്ലാം ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ്. ഇത് ടെസ്റ്റ് 3-ൽ 32ാമത്തെ ചോദ്യത്തിനകത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിൽ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിക്കപ്പെട്ട തീയതി ഓഗസ്റ്റ് 23 ഓർക്കുക. ആദിത്യ 46ാമത്തെ ചോദ്യം ആദിത്യ L1 ആണ്. നമ്മൾ യൂട്യൂബ് റിവിഷൻ ക്ലാസ്സിൽ ഇവിടുന്ന് ചോദ്യം വരുമെന്ന് പറഞ്ഞിരുന്നു. 47ാമത്തെ ചോദ്യം രാജദ്രാവകം അല്ലെ. നൈട്രിക് ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് 1:3 ഓപ്ഷൻ A ആണ്. ഇത് നമ്മുടെ SCRT എന്നുള്ളതാണ്. SCRT എന്നുള്ളതാണ് 10th ക്ലാസ്സിലെ ബയോളജി SCRT എന്നുള്ളതാണ്. ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു പോകുന്നതിന് റീസൺ തന്നെ SCRT എന്നുള്ളത് തന്നെയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ 0 കാർബൺ നഗരം ഏതാണ്? സാഞ്ചിയാണ്. സാഞ്ചി. ഓക്കെ. 49ാമത്തെ ചോദ്യം താഴെ പറയുന്നവൽ യഥാർത്ഥ ലായനി ഏത്? സോഡിയം അമാൽഗമാണ്. താഴെ പറയുന്നവർ സിങ്ക് ബ്ലെൻഡ് എന്നറിയപ്പെടുന്ന ഏത്? ഇത് SCRT തന്നെയാണ് കേട്ടോ. സിംഗിൾ ബ്ലെൻഡ് എന്നറിയപ്പെടുന്നത് ഏതാണ്? സിങ്ക് സൾഫേറ്റ് ആണ്. സിങ്ക് സൾഫേറ്റ് ആണെന്നൊരു കാര്യം അറിയിക്കുക. നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതായിരുന്നു സിങ്ക് ബ്ലെൻഡ്. ഓക്കെ, സിങ്ക് സൾഫേറ്റ് കിടക്കുന്നുണ്ടോ? അപ്പോൾ അത് തന്നെ വെച്ച് പഠിക്കാം. റിവിഷൻ ക്ലാസ്സിൽ ഞങ്ങൾ പറയുന്നതാണ് ഈ പ്രാവശ്യം രസതന്ത്രത്തിനുള്ള നൊബേൽ പ്രൈസ് എന്തിനാണ് കിട്ടിയത്? ക്വാണ്ടം ഡോട്ട്സിന് വേണ്ടിയിട്ടാണ് കിട്ടിയത്. റിവിഷൻ ക്ലാസ് നമ്മൾ പറഞ്ഞു പോയതാണ്. അപ്പുക്കിളി എന്ന് പറയുന്നത് ഖസാക്കൻ ഇതിഹാസത്തിലെ കഥാപാത്രമാണ്. കീലേരി കുഞ്ഞിക്കണ്ണൻ എന്ന് പറയുന്ന സർക്കസിനകത്തെ പ്രശസ്തനായിട്ടുള്ള വ്യക്തിയാണ്. തിക്കൊടിയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് കുഞ്ഞനന്ദൻ നായരാണ് അല്ലേ. 55ന്റെ ആൻസർ C ആണ്. 59ന്റെ ആൻസർ B ആണ്. 57ന്റെ ആൻസർ D ആണ്. 58 D ആണ്. കാരണം ഇതൊക്കെ ഏറ്റവും ഈസി ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് കേട്ടോ. 59 B ആണ്. 60 D ആണ്. 61 എന്ന് പറയുന്നത് C ആണ്. 62 B ആണ്. 63 B ആണ്. 64 B ആണ്. 65 A ആണ്. നമ്മുടെ ഗവർണൻസിന്റെ ക്ലാസ്സിൽ വിവരാവകാശ കമ്മീഷൻ, ചീഫ് ഇൻഫർമേഷൻ കമ്മീഷൻ അതിനെയൊക്കെ പറ്റി കൃത്യമായ ക്ലാസ് നോട്ട്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 66ന്റെ ഉത്തരം C ആണ്. ബിക്കോസ് നമ്മൾ ഇതും UPSC സ്ഥിരം വരുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. റിപ്പോർട്ട് ആർക്കാണ് സമർപ്പിക്കുന്നത് എന്നുള്ളത് അല്ലേ. ഇപ്പം
നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആയിക്കോട്ടെ, ഷെഡ്യൂൾഡ് ട്രൈബ് ആയിക്കോട്ടെ, ഇവർ പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്കാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്, പ്രധാനമന്ത്രിക്കല്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഉത്തരം സി തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് അല്ലേ. 67 മുകളിൽ കൊടുത്തിരിക്കുന്നവയെല്ലാം 67 വരുന്നതാണ്. 68ന്റെ ആൻസർ എ ആണ്, 69ന്റെ ആൻസർ ബി ആണ്, 70ന്റെ ആൻസർ എ ആണ്. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഞാൻ ഇത്രയും പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ പാറ്റേൺ അനുസരിച്ച് പഠിക്കാൻ മനസ്സുള്ള എല്ലാവർക്കും നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് PSC ഇപ്പം പരീക്ഷ ക്രമീകരിച്ചിട്ടുള്ളത്. മാറ്റം പ്രകൃതിയുടെ ഭാഗമാണ്. ഈ മാറ്റത്തെ ഉൾക്കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സേഫ് ആണ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കാം. അപ്പോൾ ഈ ഞങ്ങളുടെ ക്ലാസ്സുകൾ അല്ലെങ്കിൽ യൂട്യൂബിൽ പറഞ്ഞ എലിമിനേഷൻ ടെക്നിക്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം യൂസ്ഫുൾ ആയി എന്ന് കമൻറ്റ് സെക്ഷനിൽ പറയാം കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ കൂടുതൽ ക്ലാസ്സുകൾ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് വേണമെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ഞങ്ങളുടെ അടുത്ത് സൂചിപ്പിക്കാവുന്നതാണ്. വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് പ്രതീക്ഷിക്കുന്നു. ഇനി കൂടുതൽ റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളുമായി ഞങ്ങൾ വരുന്നതാണ്. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്.